ദാ എന്താ എന്തു പറ്റി മുത്തശ്ശി? ഒന്ന് രണ്ട് ദിവസമായിട്ട് ശരിക്കും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഒന്നും അങ്ങ് പൊരുത്തപ്പെടുന്നില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതല്ല, ഇതിലും വലിയ അവസ്ഥ ഉണ്ടായാലും ഭക്ഷണം കഴിക്കാതിരിക്കാൻ പാടില്ല. അപ്പൊ കഴിക്കാതിരുന്നത് കൊണ്ടല്ലേ ഇപ്പൊ നിന്റെ അടുത്ത് വന്നിരിക്കുന്നേ. അതെ, 2-3 നേരം കഞ്ഞി തന്നെ കുടിച്ചാൽ മതി. കനവുള്ളൊന്നും വേണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതെന്താ കഞ്ഞി മാത്രം? അപ്പോ ഞാനെപ്പോഴാ ആറ്റുവാശ്ശേരി സദ്യ കഴിക്കുന്നേ? സദ്യയൊക്കെ ഞാൻ വിളമ്പിത്തരാം മുത്തശ്ശി. മുത്തശ്ശി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടുമോ? മോള് പേടിക്കൊന്നും വേണ്ട. ഈ സദ്യയെന്ന് പറയുന്നത് കനമുള്ളതാവുന്നത് എപ്പോഴാണെന്ന് അറിയോ? ഉണ്ടാക്കാൻ അറിയാത്തവര് ഉണ്ടാക്കുമ്പോഴാ. മോളുടെ കൈകൊണ്ടുണ്ടാക്കുന്നതല്ലേ, അതെന്തായിരിക്കുമെന്ന് എനിക്കറിയാം. എന്താ ഇപ്പൊ ആലോചിച്ചേ? ഒന്നുമില്ല മോനെ. മനസ്സിന്റെ പാതി ഇപ്പോഴും കണിമംഗലത്ത് കിടക്കുക. അത് നീ ഇങ്ങോട്ട് കൊണ്ടുവെക്കണ്ടേ മുത്തശ്ശി? മുത്തശ്ശി, ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മുത്തശ്ശിയെ പൊന്നുപോലെ നോക്കണമെന്ന്. കാരണം ഞങ്ങള് രണ്ടുപേരും ഇങ്ങനെ ഒന്നിച്ചെടുക്കാൻ കാരണം മുത്തശ്ശിയല്ലേ. പിന്നെ ഈ കഞ്ഞു കുടിച്ചിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാ പിന്നെ മുത്തശ്ശിയുടെ മുഖം വാടി കാണാൻ പാടില്ല. മുത്തശ്ശിയെ ബുദ്ധിമുട്ടിക്കുന്ന ചിന്ത എന്താണോ അപ്പൊ തന്നെ അതിന് വിട്ടുകളയാണ്. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ശരി, എന്റെ മുഖത്തൊരു അസ്വസ്ഥത വന്നിട്ട് ഇനി നിങ്ങൾ കാണില്ല. പോരെ? മോളെ രാധികെ, നമുക്ക് നമ്മുടെ പഴയ കാലത്തിലേക്ക് അങ്ങ് പോവാം. ഇതെന്തിനാ ഈ സങ്കടവും ചുമന്നിട്ട്, അല്ലേ? അങ്ങനെ മിടുക്കി കുട്ടിയായിട്ട് വാ. ദേ, ഇങ്ങനെ അങ്ങ് നടക്കണം അവസാനം വരെ. അതേ ഉള്ളൂ മുത്തശ്ശിയുടെ പ്രാർത്ഥന. എന്റെ ചക്കര മുത്തശ്ശി. മുത്തശ്ശി, എന്തായാലും ഇന്ന് ഷൂട്ടില്ലല്ലോ, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയാലോ? എങ്ങോട്ടാണെന്ന് പറ. മുത്തശ്ശി ഏതെങ്കിലും അമ്പലത്തിൽ പോണോന്ന് ആഗ്രഹമുണ്ടോ? എന്തിന്? എടി, നിന്റെ അച്ഛന്റെ കൂടെ പാതി പട്ടിണിയായിരുന്നപ്പോ കൊറേ അമ്പലങ്ങൾ കയറി നിരങ്ങിയതാ. ഇനി എനിക്ക് ഒരിടത്തും പോകേണ്ട കാര്യമില്ല. കൊണ്ടുപോവുകയാണെങ്കിൽ നീ എന്നെ കാഴ്ചകൾ കാണുന്ന സ്ഥലത്ത് കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ടൂറിസ്റ്റ് സ്പോട്ടിൽ വെച്ച് പിടിക്കാം. മുത്തശ്ശി കാണാത്ത എത്രയോ സ്ഥലങ്ങൾ കിടക്കുന്നു. അതീ ലോകം മുഴുവനും ഇല്ലേ? നീ നിന്റെ അച്ഛന്റെ കൂടെ നടന്നിട്ട് എന്താ കണ്ടിട്ടുള്ളത്? ആറ്റുവാശ്ശേരി കുടുംബം, നിന്റെ അച്ഛൻ പൂജിക്കുന്ന അമ്പലം, അതിന്റെ ഇടയിൽ കൂടുള്ള ഇടവഴി.